ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ട് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും പോലീസുകാരാണെങ്കിൽ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് വണ്ടി കയറ്റി ഇരുത്തുന്നതാണ്. ആ ഒരു ടൈമിന് കീനാണെങ്കിൽ എനിക്ക് അങ്ങനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പോലീസ് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുകയാണ്. ആ സമയം പെട്ടെന്ന് കീനും തന്നെ വീഴാനായിട്ട് പോകുന്നുണ്ട്. തന്നാണെങ്കിൽ കീനിൻ്റെ പുറത്തേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അവർ നല്ല ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ടൈമിന് പെട്ടെന്ന് അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ പിന്നീട് അവർ ഒന്നും സംഭവിക്കാത്ത പോലെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് രണ്ടുപേരെ സെല്ലിലേക്ക് കയറ്റി നിർത്താണ്. എന്നിട്ട് പോലീസ് പറയുന്നുണ്ട് രണ്ടും കൂടെ കിടക്കാനായിട്ട്. ആ സമയം കീൻ വീണ്ടും പറയുന്നുണ്ട് ഞങ്ങളല്ല ഒന്നും ചെയ്തത്, ആ സ്ത്രീയാണെങ്കിൽ മനഃപൂർവ്വം ഞങ്ങൾക്കെതിരെ കേസ് തന്നതാണെന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ അവരുടെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ കീന് പിന്നെയും പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ട് തന്നാണെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്നും മിണ്ടാതിരിക്കുമോ, നീ ഒരാൾ കാരണമാണ് ഇത്ര സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ ഞാൻ കാരണോ, നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്, നിന്നെക്കുറിച്ച് ഓർത്ത് എല്ലാവരും എന്തുമാത്രം ടെൻഷനായെന്നറിയാവോ, നീ ഓക്കെ ആണെന്ന് അറിയാനായിട്ട് നിൻ്റെ വീട് വരെ ഞാൻ പോയി, അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറയാണ്. തന്നപ്പോൾ നീ എൻ്റെ വീട്ടിൽ പോയോ, എൻ്റെ വീട്ടിൽ പോകാൻ മാത്രം പെർമിഷൻ നിനക്കാരാ തന്നേക്കുന്നത്, എൻ്റെ ലൈഫിൽ വെറുതെ ആവശ്യമില്ലാതെ നീ ഇടപെടാൻ വരരുതെന്ന് പറഞ്ഞിട്ട് രണ്ടും തമ്മിൽ നല്ല വഴക്കിടുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കീനിന് സങ്കടം വന്നിട്ട് ഇവൻ തിരിഞ്ഞിരിക്കുന്നുണ്ട്. തണ്ണിനും അപ്പോൾ കീനിനെ കാണുമ്പോൾ ഒരു പാവം തോന്നുന്നുണ്ട്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കീനാണെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ്റെ കൈയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിലായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടായിരുന്നു ആ ഒരു വിലങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൈ വലിക്കുമ്പോൾ ആ ഒരു വിലങ്ങ് ടൈറ്റായിട്ട് അവനും വേദനിക്കുന്നുണ്ട്, തണ്ണിനും വേദനിക്കുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ നീ കൈ അനക്കാതിരുന്ന് കഴിഞ്ഞാൽ കയ്യിലെ വേദന കുറയുമെന്ന് പറയുന്നുണ്ട്. ആ സമയം കീൻ നിനക്കും വേദനിക്കുന്നുണ്ടല്ലേ, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനിനെ കണ്ട് പാവം തോന്നിയിട്ട് തണ്ണാണെങ്കിൽ നേരത്തെ കുറച്ചു മുമ്പേ ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ചില്ലേ, അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അത് സീരിയസ് ആക്കി എടുക്കണ്ട, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ വേണ്ട, ഞാനൊരാളല്ലേ നിന്നെക്കൊണ്ട് ഇങ്ങനെ മാച്ചൊക്കെ കളിപ്പിച്ചത് ടൈഫൂണുമായിട്ട്, നിനക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ചെയ്യിപ്പിച്ചില്ലേ, എൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഇല്ല കുഴപ്പമില്ല എനിക്കറിയാം, അത് പിന്നെ നിനക്ക് നിൻ്റെ കട അടച്ച് തീർക്കാനുള്ളത് കൊണ്ടാണ് നീ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന്, പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അടുത്ത ടൈഫൂണായിട്ടുള്ള മാച്ച് അത് ചെയ്യണോ വേണ്ടേന്ന് നീ തന്നെ തീരുമാനിച്ചാൽ മതി, ഞാൻ ഒരിക്കലും നിന്നെ അതിന് നിർബന്ധിക്കാൻ വരത്തില്ല എന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ആവുന്നുണ്ട്. അവരിപ്പോഴും സെല്ലിൽ തന്നെ ഇരിക്കുകയാണ്. ആ ഒരു ടൈമിന് കീനാണെങ്കിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ തണ്ണിൻ്റെ തോളിലേക്ക് ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്കും തണ്ണിനാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് അവനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ദേഷ്യ സംഭവങ്ങളൊന്നുമില്ല, പകരം ഇവൻ ബ്ലഷ് ആവുകയാണ് ചെയ്യുന്നത്. ആ ടൈമിനാണ് അങ്ങോട്ടേക്ക് കീനിൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അയാൾ വന്നിട്ട് നമ്മുടെ കീനിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാണ്. അങ്ങനെ കീനും തണ്ടും അയാളുടെ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അയാൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ തന്നെ നിങ്ങളെ സെല്ലിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ സ്റ്റേഷൻ്റെ ബാക്കിയുള്ളവരടുത്ത് പറയാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് കീനാണെങ്കിൽ ഈ ഒരു വിലങ്ങൊന്ന് അഴിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അതൊക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ പെച്ചിൻ്റെ ക്യാമ്പിൽ കാണിക്കുമ്പോഴത്തേക്കും പെച്ചും ഡാർവിനും ഏറ്റവും ഒക്കെ തന്നെ ഇവരിത് എപ്പോൾ വരും, ഇതെവിടെയാണ് ഇവർ പോയേക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയമാണ് അവരുടെ തിരിച്ചു വരുന്നത്. അങ്ങനെ തണ്ണിന് ഇന്നലെ തൊട്ടേ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നീ ഇത് എവിടെ പോയതാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തണ്ണപ്പോൾ അതിപ്പോൾ ഞാൻ തിരിച്ചു വന്നില്ലേ, അതൊക്കെ ഇനിയിപ്പോൾ ചോദിച്ചിട്ട് എന്തിനാണെന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു വിഷയം വിട്ടുകളയാണ്. ആ ടൈമിന് ഡാർവിനൊക്കെ നീയാണെങ്കിൽ ഇപ്പോൾ ടൈഫൂണുമായിട്ട് മത്സരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇല്ലയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഡാർവിനൊക്കെ ഒരുമാതിരി ആവുന്നുണ്ട്. ഇവൻ്റെ അടുത്തെന്തോ പറയാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ പെച്ചാണെങ്കിൽ വേണ്ട വിടെന്ന് പറഞ്ഞിട്ട് ആ ഒരു മാച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ട് തണ്ണിനെ നിർബന്ധിക്കാൻ പോകുന്നില്ല. തണ്ണാണെങ്കിൽ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ടൈമിന് മാച്ച് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു പ്രസ് കോൺഫറൻസ് വെച്ച് പറയാനായിട്ട് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ നാളെ തന്നെ അത് പറയാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം താൻ റെഡിയാക്കാമെന്നും പറഞ്ഞിട്ട് കീനും റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് തണ്ണ് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും കീനിപ്പോൾ തണ്ണിൻ്റെ റൂമിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ കീനാണെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ടായിരുന്നു ആ ഒരു പ്രസ് കോൺഫറൻസിന് പറയാനുള്ള കാര്യങ്ങൾ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ടൈമിൽ തണ്ണ് കുറച്ച് നേരം വന്നിട്ട് ഡോറിൻ്റെ അവിടെ നിന്ന് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയണത് പോലെ കയറി ചെന്നെങ്കിൽ ബെഡിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കീനിൻ്റെ അടുത്ത് നാളെ ഞാൻ ആ ഒരു പ്രസ് കോൺഫറൻസിന് വരണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ ഉറപ്പാണെന്ന് ചോദിക്കുമ്പോൾ കീനാണെങ്കിൽ അതെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വരണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കീനാണെങ്കിൽ നീ ഉറങ്ങാൻ പോവാണോ എങ്കിൽ ഞാൻ ഓഫീസിൽ ചെന്നിരുന്ന് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോകാനേ തുടങ്ങുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ ഇല്ലല്ല വേണ്ട, നീ ഇവിടെ തന്നെ കിടന്നുറങ്ങിക്കോ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ബെഡിൽ കയറി കിടക്കാൻ പോകുന്നുണ്ട്. ആ ടൈമിന് കീനിൻ്റെ അടുത്ത് നീ ഉറങ്ങാൻ നേരമാകുമ്പോഴത്തേക്കും പുറത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ കിടന്നോളാനായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് തന്നെ കീനിൻ്റെ അടുത്ത് അവൻ്റെ കൂടെ കിടന്നോളാനും ബെഡിൽ കിടന്നോളാനും പറയുന്നത്. അത് കേൾക്കുമ്പോൾ കീനും ചില സന്തോഷമാകുന്നുണ്ട്. പിന്നെ തണ്ണ് കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത് രാവിലെ ജോഗിങ്ങിന് പോകാനായിട്ട് തണ്ണ് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തൊട്ടടുത്ത് കീൻ ഉണ്ടായിരുന്നില്ല. കീൻ എവിടെ ഇരുന്നാണോ വർക്ക് ചെയ്തത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് തണ്ണ് ചെന്നിട്ട് കീനിനെ എഴുന്നേൽപ്പിച്ചിട്ട് ബെഡിൽ കിടത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ കീൻ
എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ തണ്ണ് തന്നെ അവനെ എടുത്തുകൊണ്ട് പോയി കിടത്തുന്നുണ്ട്. പിന്നീട് തന്നാണെങ്കിൽ റെഡിയായി ജോഗിങ്ങിന് പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പ്രസ് കോൺഫറൻസ് ആണ്. അതിലാകെ വന്നിരിക്കുന്നത് കീനും പിന്നെ ടൈഫൂണിൻ്റെ മാനേജറായിട്ടുള്ള ആളുമാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ബാക്കി ഫുള്ള് മീഡിയക്കാരൊക്കെ ആയിരുന്നു. കൂടെ ക്ലാവോയും ഉണ്ട്. ക്ലാവോയും മീഡിയയിൽ എന്തോ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവരുടെ കൂടെയാണ് അവൾ വന്നേക്കുന്നത്. അങ്ങനെ കീനാണെങ്കിൽ വന്നതിനുള്ള കാര്യം പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അങ്ങനെ അവൻ ഇതുപോലെ ഈ ഫൈറ്റിൻ്റെ കാര്യമൊക്കെ നടക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് അതിന് ഉണ്ടാവത്തില്ല എന്നിങ്ങനെ പറയാനായിട്ട് വരുന്നതും പെട്ടെന്ന് ആ ഒരു പ്രസ് കോൺഫറൻസിലേക്ക് തണ്ണ് കയറി വരാണ്. എന്നിട്ട് ആ ഒരു ഫൈറ്റിന് ഞാൻ റെഡിയാണ്, ഞാനും ടൈഫൂണും തമ്മിലുള്ള ഫൈറ്റ് നടന്നിരിക്കും, ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കീനിന് തീരെ മനസ്സിലാവുന്നില്ല. അതിനുശേഷം തിരിച്ച് തണ്ണും കീനും കൂടെ ആയിട്ട് ബോക്സിംഗ് ക്യാമ്പിലേക്ക് വരുമ്പോഴത്തേക്കും തന്നാണെങ്കിൽ ഇതുപോലെ ഞാൻ മത്സരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യമൊക്കെ പെച്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പെച്ചും ഹാപ്പിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് നീ നാളെ തൊട്ട് പഴയതുപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെല്ലാം കോൺഫിഡൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എയ്റ്റും നിന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ തന്നെ പറയാണ്. അടുത്ത ദിവസമൊക്കെ നമ്മുടെ കീനിൻ്റെ ഫോണിൽ ഇവരുടെ ഈ ഒരു ക്യാമ്പിൽ ബോക്സിംഗ് പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പലരും കോൾ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് പെച്ചിൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും പെച്ച് ഓക്കെ അവർ വിളിച്ചോടാനായിട്ട് പറഞ്ഞിട്ട് പെച്ചും ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് ഇതുപോലെ കുറേ ആൾക്കാരെ കിട്ടുന്നതിൽ. അതേപോലെ തന്നെ കീനാണെങ്കിൽ ഓരോരോ ഫൈറ്റിംഗ് ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ തണ്ണിൻ്റെ ഫാൻസ് ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ലൈവ് പോകുന്നുണ്ട്. തണ്ണുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന പോലത്തെ അതിൽ ഓരോരോ സിമ്പിൾ ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ അവസരങ്ങളെല്ലാം പക്ഷേ തണ്ണ് ആക്ച്വലി മുതലാക്കുകയാണ് ചെയ്യുന്നത്. കാരണം തണ്ണിനിപ്പോൾ കീനിൻ്റെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഓരോ ഫൈറ്റിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കുമ്പോഴും അവൻ ഹഗ് ചെയ്യുന്ന പോലെയാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ലൈവ് കഴിയുന്നതും കീൻ എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ പോലും തന്നാണെങ്കിൽ ഇല്ല ഞാൻ നിനക്കൊരു ടെക്നിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വെച്ച് ഹഗ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ കീനാണെങ്കിൽ മാറിയിക്കടാന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാറാണ് പതിവ്. പിന്നെ അതേപോലെ തന്നെ വേറെ ലൈവും പോകാറുണ്ട്. അതായത് ആ ഒരു ക്യാമ്പിൽ അവിടെയുള്ള ബോക്സേഴ്സ് താമസിക്കുന്ന റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അതിലിങ്ങനെ ഓരോരോ റൂമൊക്കെ കാണിച്ചു കൊടുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ 8 കിടക്കുന്ന ബെഡിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ 8 ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 8നെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവിടെ അപ്പോൾ കീൻ നോക്കിയപ്പോൾ 8ൻ്റെ ബെഡിൻ്റെ സൈഡിലായിട്ട് ഒരു പാവക്കുട്ടി ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം 8 അല്ലാതെ എൻ്റെ അല്ല എൻ്റെ അനിയത്തിയുടെയാണ്, അവളുടെ പേര് കാവോ എന്നാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവളെവിടെ ഞാൻ ഇതുവരായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നിങ്ങനെ കീൻ പറയുമ്പോൾ അത് പിന്നെ അവൾക്ക് വയ്യ, അതുകൊണ്ട് അവൾ ഇവിടെയല്ല നിൽക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ കീൻ ഒരുമാതിരി സങ്കടമാകുന്നുണ്ട്. അത് ലൈവിൽ നിനക്ക് പറഞ്ഞതിൽ ഓക്കെ ആണോ എന്നും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് 8ൻ്റെ അടുത്ത്. 8 അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അനിയത്തിയുടെ ഒരു ഫോട്ടോയെ കാണിച്ചു കൊടുത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് അവൾക്ക് ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു സർജറി നടക്കാൻ പോവാണ്, ഉടനെ തന്നെ നടക്കുമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. കീനപ്പോൾ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കേട്ടിൽ അവന് വിഷമമുണ്ട്. ആ സമയം 8 ആണെങ്കിൽ നീ വിഷമിക്കേണ്ട, അവൾ നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്, അവൾ ഓക്കെയാണ്, അവളിപ്പോൾ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നീ ടെൻഷനാവാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ലൈവ് ആണെങ്കിൽ കട്ട് ചെയ്യുന്നുണ്ട്. കീനാണെങ്കിൽ നീയും ടെൻഷനാവാനും വേണ്ട, എല്ലാം നന്നായിട്ട് തന്നെ നടക്കുമെന്നും 8നോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവർക്ക് അങ്ങോട്ടുള്ള പിന്നെ ദിവസങ്ങൾ നന്നായിട്ട് തന്നെയാണ് പോകുന്നത്. പുതിയ പിള്ളേരൊക്കെ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അവരെ എല്ലാവരും കോച്ചായിട്ട് നിന്ന് നോക്കുന്നത് 8ഉം തണ്ണും ഒക്കെ തന്നെയാണ്. കീനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പെച്ചിനോട് പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഷെഡ്യൂളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം, ഇല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരെയൊന്നും അങ്ങനെ എളുപ്പത്തിൽ പഠിപ്പിച്ച് തീർക്കാനായിട്ട് ടൈം കറക്റ്റ് ആവത്തില്ല എന്ന്. വെച്ചപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്, അതിൻ്റെ ഡ്യൂട്ടി അല്ല നീ നോക്കിക്കോളാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവരുടെ അന്നത്തെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് നമ്മുടെ കീൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തണ്ണിനെക്കുറിച്ച് എന്തൊക്കെയോ കുറേ ഫേക്ക് ന്യൂസ് വന്ന് നടക്കുന്നു. ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഡാർവിൻ്റെ അടുത്തെല്ലാം നീ നിൻ്റെ ഫോണിൽ തണ്ണിനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് പറയുന്നുണ്ട്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്കും അതേ ന്യൂസ് കിട്ടുന്നുണ്ട്. പെച്ചും അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെച്ച് ഇവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ഈ ഒരു ന്യൂസ് കൊണ്ട് ഷോക്കായിരിക്കുമ്പോഴാണ് പെച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. പെച്ച് വന്നിട്ട് പഗോൺ വിളിച്ചെന്ന് പറയുന്നുണ്ട്. ഈ പഗോൺ എന്ന് പറയുന്നത് നമ്മുടെ ടൈഫൂണിൻ്റെ മാനേജറാണ്. അയാൾ വിളിച്ചിട്ട് തണ്ണിനെ ഈ ഒരു മാച്ചിൽ നിന്ന് പുറത്താക്കി എന്നിങ്ങനെ പറയുന്നുണ്ട്. കാരണം എന്തോ ഒരു ഫേക്ക് ന്യൂസാണ് വന്നിരിക്കുന്നത്, എന്ത് ന്യൂസാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നില്ല. എന്തായാലും അതെന്തോ ഭയങ്കര ഒരു പ്രശ്നമായിട്ടുണ്ട്. അവനാണെങ്കിൽ ആ മാച്ചിൽ നിന്ന് തന്നെ പുറത്താക്കി. അതുകൊണ്ട് തന്നെ 8 എല്ലാം ആരൊക്കെയോ കോൾ ചെയ്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, അതാണെങ്കിൽ ഫേക്ക് ന്യൂസാണ്, ആരൊക്കെയോ ഉണ്ടാക്കി തീർത്തതാണ്, അങ്ങനെ നല്ല കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആരെ വിളിച്ചിട്ടും ഒന്നും തന്നെ നടക്കുന്നില്ല. ആ സമയം കീൻ പറയുന്നുണ്ട് എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന്. നടന്ന സംഭവം എന്താണെന്ന് കറക്റ്റ് നമ്മുടെ അടുത്ത് പറയുന്നില്ലെങ്കിലും കണ്ടത് വെച്ചിട്ട് അറിയാൻ കഴിഞ്ഞത് കീനാണെങ്കിൽ തണ്ണിനെ അന്വേഷിച്ച് മാർക്കറ്റിൽ പോയും അവിടെ വെച്ച് കീൻ പൈസ കൊടുക്കാനുള്ളവർ അവനെ കണ്ടിട്ട് ഓട്ടിക്കുകയും ചെയ്തല്ലോ. ആ ടൈമിന് ഒരു കടേനെ മുന്നിൽ വെച്ചിട്ട് അവർ ഫൈറ്റ് ഉണ്ടാക്കുകയും അങ്ങനെയാണല്ലോ പോലീസുകാർ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോൾ മൂവയാണെങ്കിൽ അതായത് നമ്മുടെ കീനിന് പൈസ കൊടുക്കാനുള്ള ലേഡി, ആ ലേഡി ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ആ ഒരു ഫൈറ്റ് നടത്തിയത് ഇവരെ കൊല്ലാനായിട്ടാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ തണ്ണിനെ കുറിച്ച് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ ആ നടന്ന അടീനെ തന്നെ
ചുറ്റി വളച്ച് കംപ്ലീറ്റ് മോശമാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതിന് സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ ആൾക്കാർ നടന്ന സംഭവം എന്താണെന്ന് കാണണം. അതുകൊണ്ട് തന്നെ ആരെ വിളിച്ചിട്ടും ഒന്നും നടക്കാത്തതുകൊണ്ട് തണ്ണും കീനും കൂടെ ആയിട്ട് ആ അടിയുണ്ടായ സ്ഥലത്തുള്ള ആ കടയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇവർ അടിയുണ്ടാക്കിയ സമയത്ത് ആ കടയിലെ കുറച്ച് സാധനങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടയിൽ CCTV ഉണ്ടെങ്കിലും അത് കാണാനായിട്ട് അവരെ സമ്മതിക്കുമെന്ന് അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ചെല്ലുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ലേഡിയാണെങ്കിൽ ഇവരെ കാണുമ്പോൾ തന്നെ വീണ്ടും എൻ്റെ കട നശിപ്പിക്കാനായിട്ട് വന്നതാണോ, പോലീസുകാരെ വിളിക്കുന്നതിന് മുമ്പേ മര്യാദയ്ക്ക് ഇവിടെ പൊക്കോളം പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവരങ്ങനെ നേരെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ഈ അടി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെ അവരാ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന കടയിലൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് എന്നിട്ട് ആ അടിയുണ്ടായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ പെൺകുട്ടി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പറയുന്നുണ്ട്. ലാസ്റ്റ് വേറെ വഴിയില്ലാതെ അവർ പോകാനായി തുടങ്ങുകയാണ്. എന്നാൽ പെൺകുട്ടികാരെ തിരിച്ച് വിളിച്ചിട്ട് മൂവയുണ്ടല്ലോ, മൂവയാണെങ്കിൽ ഞങ്ങൾ എടുത്ത ആ ഒരു അടിയുടെ വീഡിയോ എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കീനും തണ്ണും ഇനി എന്ത് ചെയ്യും, മൂവയാണെങ്കിൽ നമുക്കിട്ട് ശരിക്കും പണി തരുവാണല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ സമയമാണ് അന്ന് ഈ മാർക്കറ്റിൽ വെച്ച് തന്നെ നമ്മുടെ തണ്ണിൻ്റെ ഫാനായിട്ട് ഒരു പയ്യൻ വന്നിട്ട് അവനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുവാണ്. അവൻ്റെ പേര് മായി എന്നാണ്. അവൻ വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ട് വന്നതാ, നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായി, ആ ഒരു ഫൈറ്റിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ നിന്നെക്കൊണ്ട് ആ ഒരു വീഡിയോ മൂവി ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മായി ആണെങ്കിൽ ഡിലീറ്റ് ചെയ്തെങ്കിൽ ഞാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വരുമായിരുന്നോ, ആ വീഡിയോ മൊത്തത്തിൽ ക്ലിയർ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്, ആ ഫൈറ്റ് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം എങ്കിൽ പിന്നെ ആ ഒരു വീഡിയോ എനിക്ക് തരാൻ പറയുമ്പോൾ മായി ആണെങ്കിൽ ഇല്ല, അത് ഞാൻ തന്നെ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ പിന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ട് എന്താ സത്യമെന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ അങ്ങനെ ആയാലും മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ മായി ആണെങ്കിൽ പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. സംഭവം സിമ്പിളാണ്. അവനാണെങ്കിൽ തണ്ണിൻ്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ തണ്ണിൻ്റെ ഒരു ഓട്ടോഗ്രാഫ് വേണം, തണ്ണിനൊന്ന് ഹഗ് ചെയ്യണം, ഇതായിരുന്നു ആഗ്രഹം. അതാണെങ്കിൽ സിമ്പിളായിട്ട് അപ്പോൾ തന്നെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലാവോ ആണെങ്കിൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവളെടുത്ത് കോൾ ചെയ്തിട്ട് ആ ഒരു ന്യൂസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നേരെയാക്കാനായിട്ടും കീൻ പറയുന്നുണ്ട്. പിന്നെ ഇറങ്ങുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവയെ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തെറ്റാണ്, ആക്ച്വലി ആ ഫൈറ്റ് ഉണ്ടാവാൻ തന്നെ കാരണം മൂവയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിദ്ധാരണകൾ എല്ലാം മാറ്റുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരം തിരിച്ച് ക്യാമ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും പെച്ചും എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കൂടെ മായി എന്ന് പറഞ്ഞാൽ പയ്യനും വന്നിട്ടുണ്ടായിരുന്നു. കാരണം അവനും ഇവിടെ ഒരു ഫൈറ്റർ ആവാൻ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് വരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി തൊട്ട് ആ ഒരു ക്യാമ്പിൽ ഒരു മെമ്പറായിട്ട് അവനും ഉണ്ടായിരിക്കുന്നതാണ്. പെച്ചും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഡാർവിൻ ആ സമയം ഫോൺ എടുത്ത് നോക്കുമ്പോഴായാലും ഇത്രയും നേരം തണ്ണിനെ പറ്റി മോശം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ക്ലിയർ ആയതുകൊണ്ട് തന്നെ വീണ്ടും തണ്ണിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കമൻസും സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റാകുന്നുണ്ട്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം കീനാണെങ്കിൽ ഇനി ഒരു പ്രശ്നം കൂടെ ബാക്കിയുള്ളതുകൊണ്ട് അതും കൂടെ ശരിയാക്കാനായിട്ട് നേരെ പോകുന്നത് ടൈഫൂൺ ബോക്സറായിട്ടുള്ള ആ ഒരു ക്യാമ്പിലോട്ടാണ്. അങ്ങോട്ടേക്ക് ചെന്നിട്ട് നേരെ പഗോണിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പഗോണിൻ്റെ അടുത്ത് ഇപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എല്ലാം ക്ലിയർ ആയില്ലേ, ഇനി തണ്ണും ടൈഫൂണും തമ്മിലുള്ള ഫൈറ്റിന് നിങ്ങൾക്ക് ഓക്കെയാണോ, ഈ ഒരു ഡീല് എന്തുമാത്രം ഗുണമുള്ളതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ തന്നെ തീരുമാനിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പം തന്നെ ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇയാൾ പറയുന്നുണ്ട് തണ്ണും ടൈഫൂണും തമ്മിലുള്ള ആ ഒരു മത്സരം നടന്നിരിക്കും, നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഇതാണെങ്കിൽ തണ്ണ് കാണുന്നുണ്ട്. അങ്ങനെ നൈറ്റ് ആകുമ്പോഴത്തേക്കും തണ്ണ് പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ കീൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ ഉറങ്ങിയില്ലെന്നിങ്ങനെ ചോദിക്കുകയാണ്. തന്നെ പോങ്ങിയാൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ നിൻ്റെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് തണ്ണിൻ്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നിട്ട് തണ്ണിൻ്റെ അടുത്ത് മൈൻഡിലുള്ള കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓപ്പണാക്കി പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല, നിനക്കിപ്പോൾ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തണ്ണാണെങ്കിൽ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു എന്ന് കീനിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് ഡാർവിനെയാണ്. അവനിപ്പോൾ ഒരു മസാജ് പാർലറിൽ മസാജ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. നൈറ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നമ്മുടെ എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവൻ്റെ അനിയത്തിയുടെ കാര്യം നമ്മൾ കുറച്ച് മുമ്പേ കണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസയൊക്കെ റെഡിയാക്കാനായിട്ട് അവനാണെങ്കിൽ അവിടെ ബോക്സറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ കോച്ചായിട്ട് നിൽക്കുക മാത്രമല്ല വേറെ കുറേ പാർട്ട് ടൈം ജോബൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൻ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നൊരു സ്ഥലമാണിത്. ഡാർവിൻ ഇപ്പോൾ മസാജ് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവനത് ചെയ്തു കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും എയ്റ്റ് തന്നെയാണ്. അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഡാർവിനാണെങ്കിൽ ഞാൻ നിൻ്റെ നേരത്തെ വഴക്ക് പറഞ്ഞില്ലേ, നിനക്ക് സങ്കടമുണ്ടോ ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ചെറുതായിട്ടുണ്ട്, പക്ഷെ നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എയ്റ്റ് പറയുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ ഡാർവിനാണെങ്കിൽ എയ്റ്റിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എയ്റ്റ് ആണെങ്കിൽ സ്വയം റെസ്റ്റ് എടുക്കാതെ ഒരുപാട് പാർട്ട് ടൈം ജോബ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ആ വഴക്ക് പറഞ്ഞത്. അതായത് നീ ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ സംസാരിക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ ഭയങ്കര കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ അവർ കിസ് ചെയ്തിട്ട് അവിടെ വെച്ച് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എയ്റ്റിനെയും കൊണ്ട് തന്നെയാണ് തിരിച്ച് ക്യാമ്പിലേക്ക്
ഡാർവിൻ വരുന്നത്. അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഡാർവിൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, നിൻ്റെ അനിയത്തിയുടെ കാര്യം നീ വിഷമിക്കട്ടെ, എല്ലാം ഓക്കെ ആവുമെന്ന്. അങ്ങനെ അത് പറഞ്ഞിട്ട് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ഡാർവിനും പോയി കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവൻ കയറി വരുമ്പോൾ കാണുന്നത് 8 ആണെങ്കിൽ അവൻ്റെ അനിയത്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയത്തി ഹോസ്പിറ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ അനിയത്തി ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ട് കൂടിയാണ് വിളിച്ചേക്കുന്നത്. അതായത് ഇവരുടെ ഈ ഒരു ക്യാമ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അയാൾ ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് കണക്ഷനുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 8ൻ്റെ കാര്യം അയാൾ അറിഞ്ഞിട്ട് അവൻ്റെ അനിയത്തിനെ സഹായിക്കാനായിട്ട് റെഡിയായിരിക്കുകയാണ്. അതായത് ഉടനെ തന്നെ അവൾക്കാണെങ്കിൽ ആ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റിൻ്റെ സർജറി നടക്കും. അങ്ങനെ ആ ഒരു കാര്യം പറയാനായിട്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡാർവിനും കയറി വരുമ്പോൾ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അവനും എല്ലാം ഓക്കെ ആയല്ലോ, സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങനെ അവളുടെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. 8നും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഡാർവിനും കീനും പിന്നെ നമ്മുടെ മായിയും എല്ലാവരും തന്നെ ഇതിന് ട്രീറ്റ് വേണം, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഉറങ്ങാനുള്ള ടൈം ആവുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ബോക്സിങ് ചെയ്യുന്ന ആ ഒരു റിങ്ങിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് കീനാണെങ്കിൽ റൂമിലേക്ക് പോകുന്നതായിരിക്കും. പോകുന്ന ടൈമിന് അവൻ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് കീനിൻ്റെ അടുത്ത്, നീ കാരണമാണ് ഇപ്പോൾ 8ൻ്റെ അനിയത്തിക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം 8ആയിട്ട് ആ ഒരു ലൈവ് പോയപ്പോൾ 8 ആ ലൈവിൽ കൂടെ അവൻ്റെ അനിയത്തിയുടെ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെയാണ് ആ ഒരു സംഭവം ആൾക്കാർ അറിഞ്ഞതും ഇങ്ങനൊരു ഹെൽപ്പ് വന്നത് തന്നെ. ആ സമയം കീനാണെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ താങ്ക്സ് പറയുന്നത് വേണ്ട, ഞാൻ ലൈവ് പോയി എന്നുള്ള ശരിയാണ്, പക്ഷെ നമ്മളെല്ലാവരും പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയം തന്നെ ചിരിക്കുവാണ്. ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ, നിനക്ക് ചിരിക്കാനൊക്കെ അറിയോ, നീ ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നാണെങ്കിൽ, ഞാൻ ഇതിനു മുമ്പേ കുറേ പ്രാവശ്യം നിന്നെ നോക്കി ചിരിച്ചിട്ടുണ്ട്, എന്നാൽ നീ അത് കാണാത്തതാണെന്ന് പറയുന്നുണ്ട്. കീനപ്പോൾ അങ്ങനെയാണോ എന്നൊരു രീതിയിൽ നിന്നിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നാണെങ്കിൽ അവനെ പിടിച്ചു നിർത്തിയിട്ട് കിസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കീനാണെങ്കിൽ തിരിച്ച് കിസ് ചെയ്യുന്നില്ല, എന്നാൽ രണ്ടാമത് തന്നെ കിസ് ചെയ്യുമ്പോഴത്തേക്കും കീനും തിരിച്ചും കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.